രാവിലെ തന്നെ നേരം വെളുത്തു. എണീറ്റ ഇത്രയും കൃത്യനിഷ്ഠതയും ആത്മാർത്ഥതയുള്ള പെൺകുട്ടികളെ കാണുന്ന തന്നെ ഒരു ഭാഗ്യ. എന്താ നിനക്ക് വേണ്ടേ? നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ആഹാ, അപ്പൊ അതായിരുന്നു കാര്യം. ഇതിനാണ് മോൻ വളഞ്ഞു പിടിച്ചു വന്നതല്ലേ? നീ ഓടി, ഞാൻ സാറേനോടാ പറഞ്ഞേ. സാറാ, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? പോകാം, പക്ഷെ കയ്യില് എന്താ എന്താ പറ്റിയ കയ്യില്? സിനിമ കഴിഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. പോത്തെ, കയ്യില് പൈസ ഇല്ലെന്നാ പറഞ്ഞേ. ആ, അത്രേ ഉള്ളോ? ഞാൻ കരുതി നിന്റെ കൈക്ക് വല്ലതും. അല്ല, നീ എന്താ പറഞ്ഞ? പൈസ ഇല്ലെന്നോ? അതെ. അല്ല, നിന്നില്ലേ? എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് വിൽക്കായിരുന്നോ? എനിക്ക് ഒറ്റയ്ക്ക് പോകാറിഞ്ഞൂടെ? ഓഹോ, അത് ശരി. അപ്പൊ അതാണല്ലേ കാര്യം. നീ വരൂടാ എന്റെ അടുത്ത്. സീഡി വാങ്ങണം, സിനിമ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പ കാണിച്ചിടാ നിന്നെ. നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? എപ്പോ നോക്കിയാലും കുറെ ബില്ലും പിടിച്ചോണ്ടിരിക്കും. നിന്റെ തലേന്ന് വല്ല കിളിയും പറന്നുപോയോ ഇത്രയ്ക്ക് ചിന്തിക്കാൻ? നീ ഇന്ന് സിനിമ കണ്ടത് തന്നെ. കാണൂടി, കാണും. എന്റെ പാറു വരും കൂടെ. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി സിനിമ കാണും. അല്ലേ പാറു? ഇല്ലല്ലോ. എന്തില്ലല്ലോ? പൈസ ഇല്ലല്ലോ ഒന്ന്. അതെന്റെ ഇല്ലല്ലേ? അതിന് എന്റെ ഉണ്ടായിട്ട് വേണ്ടേ? നിന്റെ ഇല്ലേ ഇപ്പൊ കാശ്? ഓ, ഇവിടെ ആരെടുത്തൂല്ലേ കാശ്? എന്റെ കയ്യിലാണെങ്കിൽ പെറുക്കി എടുത്ത് ആകെ 20 രൂപയുള്ളൂ. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. നീ ഇന്ന് സിനിമ കാണൂലടാ. ആഹാ, അത്രയ്ക്കായോ? ഇന്ന് എന്തൊക്കെ ത്യാഗം ചെയ്തിട്ടാണെങ്കിലും ആനന്ദ് ശശിധരൻ സിനിമ കണ്ടിരിക്കും. കാണാം, ഞാൻ കണ്ടോളാം. എന്നോടാ കളി. എന്റെ പൊന്നെ, കൊള്ളാലോ. എന്റെ സാജനുമായിട്ടുള്ള നിന്റെ വഴക്കൊക്കെ മാറിയോടി? എവിടെ? അവൻ നിന്നെ ഭയങ്കര ഇഷ്ടമാ. അതൊക്കെ ശരിയാ. പക്ഷെ നിനക്ക് എന്റെ സ്വഭാവം അറിയാലോ. അറിയാം, പക്ഷെ കുറച്ച് മാറ്റമൊക്കെ വേണം. എന്ന് പറഞ്ഞ എല്ലാം സാജന് ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണം എന്നാ? അങ്ങനെയല്ല, കുറച്ച്. പിന്നെ കുറച്ച് ഭാഗം വിട്ടുകൊടുക്കുകയും ചെയ്യരുത്. വിട്ടുകൊടുത്താൽ പിന്നെ അവന്മാർ തലേക്കറി ഡിസ്കോ കളിക്കും. പിന്നെ എപ്പോഴും നമുക്കൊരാളുള്ളത് നല്ലതാ, അതും ഇക്കാലത്ത്. ഇക്കാലത്തോ? എന്താ ഇക്കാലത്ത് പ്രശ്നം? കാലത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല, മനുഷ്യർക്ക് ആ പ്രശ്നങ്ങൾ. അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്താ, കല്യാണം കഴിച്ചവർക്ക് ഇക്കാലത്ത് നന്നായി ജീവിക്കാൻ പറ്റുള്ളൂ എന്നാ? അതൊക്കെ നമുക്ക് ഈ പ്രായത്തിൽ തോന്നുന്നതാ. ഈ സ്നേഹം, പ്രേമം എന്നൊക്കെ പറഞ്ഞ ഒരു ടൈം പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്ത് ആളെ കിട്ടാതെ ആവും. എനിക്കോ? നീ എന്താ കരുതിയത്? ഇവൻ പോയി കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലേക്ക് ആരും വരില്ല എന്നാ? അതൊക്കെ ചുമ്മാ നിന്റെ തോന്നലാ. പിന്നെ ആര് വരുമെന്നാ? എടി, നിനക്കറിയോ എന്റെ പുറകെ എത്ര പേരുണ്ടെന്ന്? ഇപ്പൊ ഒരു കണ്ണടിക്കാരൻ മാത്രമേ ഉള്ളൂ. തമാശിച്ചതാ? ഏറ്റില്ലല്ലേ? ഇല്ല. നിന്റെ പിറകെ, അതായത് നിന്റെ ഫാൻസ് എന്ന് പറയുന്ന ആ തടിയ നീരജും ആ കിളവൻ ദേവേട്ടനും, പിന്നെ ചുമ്മാ പറഞ്ഞതാണെങ്കിലും ആ പൊട്ട ആനന്ദുവാ നല്ല ബെസ്റ്റ് ഫാൻസ്. ആണടി, ഇവര് 3 പേരും ഏതായാലും നിന്റെ കാപ്പരി മുടി ബോയ്ഫ്രണ്ട് അല്ലോ, അവനെ കാട് നല്ലതാണ്. ആണോ? പിന്നെ അല്ലാതെ. റോയ്ച്ച, ഈ സ്മഗ്ലിങ്ങിനെ കുറിച്ച് റോയ്ച്ചന് എന്താ അഭിപ്രായം? എന്താ വല്ല സ്മഗ്ലിംഗ് തുടങ്ങാൻ പരിപാടി ഉണ്ടോ? ഒരു കാര്യം ചോദിച്ചാൽ തമാശയാക്കല്ലേ റോയ്ച്ച? എന്നാ നീ എന്തെങ്കിലും തമാശയാക്ക്, ഞാൻ കാര്യമായിട്ട് ചോദിക്കാം. ഒരാൾ അറിവിന് വേണ്ടി വല്ലതും ചോദിക്കുമ്പോൾ അത് പകർന്നു തരാൻ വേണ്ട, അല്ലാതെ കളിയാക്കല്ല. അവനവൻ അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കുക അറിവിന്, അല്ലാതെ സ്മഗ്ലിങ്ങിന്റെ സ്പെല്ലിംഗ് പോലും അറിയാത്തവൻ അത് അറിഞ്ഞിട്ട് എന്തിനാ? എനിക്കിപ്പോൾ അതിനെപ്പറ്റി അറിയണ്ടേ, പറയെങ്കിൽ പറ. എടാ, എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം ഞാൻ എങ്ങനെ പറഞ്ഞുതരും? ഞാനത് സ്മഗ്ലറാ. പറഞ്ഞപ്പം ഞങ്ങൾക്കും അറിയണ്ടേ. എന്താ എന്താ പറഞ്ഞ നീ? അല്ല, ഈ സ്മഗ്ലർ എന്താന്നാ ഞങ്ങൾക്കും അറിയണ്ടെന്നാ ഉദ്ദേശിച്ചേ. ഞങ്ങളോ? ആരെയും ഞങ്ങള്? എന്റെ പൊന്നു റോയ്ച്ച, ഞാൻ ഇന്നൊരു സിനിമയ്ക്ക് പോകുന്നുണ്ട്. ഒരു സ്മഗ്ലിംഗ് ബേസ്ഡ് സബ്ജക്റ്റാ. അപ്പോ അതിനെപ്പറ്റി സംസാരിച്ച ആ മൂഡിലിരുന്ന് സിനിമ കാണാലോ എന്ന് വിചാരിച്ച് ചോദിച്ചേ, അല്ലാതെ റോയ്ച്ചൻ സ്മഗ്ലർ ആണോ എന്ന് സംശയിച്ചിട്ടൊന്നല്ലാട്ടോ. ചില്ലറ 40 ഉള്ളൂല്ലോ. അത് മതി, നീയേ ബസ്സിൽ പോയോ മതി. ഇതെന്താ? എനിക്കൊരു മീറ്റിംഗ് ഉള്ളതാ. അപ്പൊ എന്നെ കോഫി ഷോപ്പിൽ വിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സഹായം ചെയ്യാന്ന് വിചാരിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്.
നിന്നെ വിട്ടിട്ട് പോയാലേ എനിക്ക് അവിടെ മീറ്റിംഗിൽ പോയിരുന്ന് സ്മഗ്ലിങ്ങിനെ കുറിച്ച് വിവരിക്കേണ്ടി വരും. ആ, കേട്ടാ? അയ്യോ റോയ്ച്ച, ഓ സിനിമയ്ക്ക് പോകാനുള്ള പൈസ ചോദിച്ചില്ലല്ലോ റോയ്ച്ച. ശ്ശേ, സാറയുടെ 10 കഴിഞ്ഞ് 30, 20, 50 രൂപയുണ്ട്, ഞാനും ഉണ്ട്. സിനിമയ്ക്ക് പോക്ക് കൊളാവോ ദൈവമേ. ഹൂ. കാപ്പിന് മുടിയനാണെങ്കിലും സ്നേഹമുള്ളവനാ. ഈ സാജനും സ്നേഹമുള്ളവൻ തന്നെയാ, കുറച്ച് ചുറ്റിക്കളി കൂടുതലാ. അതാ നേഹള പ്രശ്നത്തിന് അവൻ അന്ന് ചാടി വീണത്. ഇവന്മാരൊക്കെ ഇങ്ങനെ തന്നെയാ, ഗേൾസിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യും. അതിന് നല്ല എക്സാമ്പിൾ ആണല്ലോ നമ്മുടെ ഇടയിലെ ടോണി. അത് വളരെ ശരിയാ. വീണ്ടും ഞാൻ ഇതാ വഴി വെച്ച് കണ്ട ആളല്ലേ? ഏതാള്? എന്റെ പുറകെ എത്ര ആളാന്ന് പറഞ്ഞപ്പോ നീ തിരിഞ്ഞു നോക്കിയ ആള്. ആ വിട്ടല്ലേടി, അയാൾ ആകുകയെ ആകാതിരിക്കുകയെ എന്തെങ്കിലും ആവട്ടെ, നമുക്കെന്ത് കാര്യം. ആ അപ്പൊ നമ്മളെന്താ പറഞ്ഞോണ്ട് വന്ന? നമ്മളല്ല, നീയാ പറഞ്ഞോണ്ടിരുന്നത്. ആ ഞാൻ പറഞ്ഞു വന്നത് നീ സാധനം ഒന്നുകൂടെ കാണുമെന്ന്. എടി, അയാൾ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ നീ ഇതുവരെ വിട്ടില്ലേ? ചിലപ്പോ അയാൾ നമ്മളെ ഫോളോ ആയിരിക്കോ? അയാൾ എന്തിനാണ് നമ്മളെ ഫോളോ ചെയ്യുന്നേ? ചിലപ്പോ വല്ല ഫാൻസ് ആയിരിക്കും. ആർക്ക്? നിനക്കോ? നീ അന്നും പറഞ്ഞു കേട്ടല്ലോ, നിനക്കല്ലാതെ ഇവിടെ വേറെ ആർക്കും ഫാൻസ് ഉണ്ടാവാൻ പാടില്ലേ? വരാം, പക്ഷേ ഞാനിവിടെ ഇരിക്കുമ്പോൾ. ശരിയാ, ഞാനിവിടെ ഇരിക്കുമ്പോ ചിലപ്പോ നിന്നെ ആരും നോക്കില്ലെന്ന് വരും. എന്നെയോ? ആ ഈ എന്നെയോ? ആന്ന്. നോക്കൂലെന്നോ? ആ ഞാൻ അങ്ങനെ തന്നെയാ പറഞ്ഞ. എന്നാ അത് അറിഞ്ഞിട്ടേ വേറെ കാര്യം. ശരി. എൻ്റെ ദൈവമേ ഇങ്ങോട്ട് വരുന്നുണ്ട്. നീ എന്താണ് ചെയ്യാൻ പോകുന്നേ? ആരോട് ചോദിക്കാൻ പോകുന്നു? എന്ത്? നമ്മളെല്ലാം ആരെയാ നോക്കുന്നേന്ന്? ഓ അവിടെ ഇരിക്ക്. ദൈവമേ, ഇങ്ങനെ ഒരു പെണ്ണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടി ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആണോ? കറക്റ്റ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അനു വന്നതിന് ശേഷം ഞാൻ ഫേസ്ബുക്കിൽ അത്ര ആക്റ്റീവ് അല്ല. അതെപ്പോ? എന്ത്? അല്ല, അനു ജീവിതത്തിലേക്ക് കടന്നു വന്നതേ. വന്നില്ല, വരും. കണ്ടപ്പോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പലരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു പോയെന്നൊക്കെ ഇരിക്കും എന്നും പറഞ്ഞ് ഫേസ്ബുക്ക് നമ്മൾ ഉപേക്ഷിക്കരുത്. മനസ്സിലാകുന്നുണ്ടടാ. ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ലാത്തവന് ഇന്ന് ഗേൾസിൻ്റെ ഇടയിൽ ഒരു സ്ഥാനവും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എയിമായി തന്നെ ഇരിക്കണം. നിന്റെ അനുവും എന്റെ പാറും ഒക്കെ ഫേസ്ബുക്കിനെ ഒരിക്കലും ബാധിക്കരുത്. എന്താ കാരണം? യങ്സ്റ്റേഴ്സിന്റെ ഹോളിബുക്കാണ് ഫേസ്ബുക്ക്. ടോണി, നീ ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ മൊബൈലിൽ വിളിച്ചു പറയോ, നീ എന്താ ഫോൺ എടുക്കാത്ത? ഞങ്ങളൊരു സീരിയസ് ഡിസ്കഷനിലായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്. എന്താ കാര്യം? ഒന്നുമില്ല, ഞാൻ ഒരു സിനിമയ്ക്ക് പോവാ, നീ വരുന്നുണ്ടോ? അതാണോ? നിന്നോടൊപ്പം പുറത്തിറങ്ങാൻ പറ്റിയ മൂഡിലല്ല ഞാൻ. നീ വെക്കും. അത് മനസ്സിലായി, പക്ഷേ പൈസ ഇല്ല. അപ്പൊ മോൻ പോകണ്ട. നിരജെ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ഫേസ്ബുക്കും ഹാർഡ് വർക്കും. ടോണി, ഒരു കലാകാരന് സിനിമയ്ക്ക് പോകാനുള്ള ആഗ്രഹം ഉണ്ടാവുന്നതും മനുഷ്യന് വിശപ്പ് ഉണ്ടാവുന്നതും ഒരുപോലെയാണെന്നാ പണ്ടുള്ള ആൾക്കാർ പറയുന്നത്. ഈ വേലിയിലിരിക്കുന്ന പാമ്പിനെ കുറിച്ചും പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ടോണി, നീ നോക്കിക്കോ, ഇന്ന് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാത്ത ഞാൻ നാളെ ഒരു തിയേറ്റർ ഓണറും ഫിലിം സ്റ്റാറൊക്കെ ആവും. അന്ന് ഞാൻ ആഡംബര കാറിലൊക്കെ വരുമ്പോ നീ ഇതൊക്കെ തന്നെ പറയണം. നീ രക്ഷപ്പെടണമെന്നുള്ളത് എൻ്റെയും കൂടി ആഗ്രഹം. കാരണം അന്നെങ്കിലും നീ ഞങ്ങളെ വിട്ടുപോകുമല്ലോ. ആ ഒരൊറ്റ പ്രതീക്ഷയില ജീവിതം തെളിയിക്കുന്നത്. നീ നിരാശപ്പെടുത്തോടെ. നിരാശപ്പെടുത്തൂടാ. നിന്നെ നിരാശപ്പെടുത്തി പണ്ടാരെടുക്കാൻ വേണ്ടി ഒരു കാരണവശാലും ഞാൻ രക്ഷപ്പെട്ടു പോവാതെ ഇവിടെ തന്നെ പിടിച്ചു വെക്കും. നീ നോക്കിക്കോ. അത്രക്കായോ എന്നോടാ കളി? അയ്യോ, പോവാം. മിസ്സായി. ഇനി എന്താ ചെയ്യ? നീരജ് ബില്ല് ചെയ്തോ? ചെയ്തല്ലോ. അവനെന്ത് പണിയാ ചെയ്തേ? ആഹാ, ടിപ്പും വെച്ചോ? ബില്ലൊക്കെ, പക്ഷെ ടിപ്പൊന്നും വേണ്ട. ഇന്ന് അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം. ടിപ്പ് വെച്ചിരിക്കുന്നു. വൃത്തിയേട്ടാൻ. അയാൾ എന്നെ എന്തൊരു നോട്ടവാ. അപ്പൊ തന്നെ സംശയം തീർന്നില്ലേ? സംശയം തീരാത്തത് നിനക്കാ. എനിക്ക് കൺഫേമാ അയാൾ എന്നെ തന്നെയാ നോക്കുന്നത്.
എടി ജിമ്മിലൊക്കെ പോയി അത്യാവശ്യം വർക്കൗട്ടൊക്കെ ചെയ്ത് പിന്നെ ജിം ഇൻസ്ട്രക്ടറായ എന്നെ ആൾക്കാരെ നോക്കിന്നൊക്കെ വരും. അതിലിപ്പോ എന്താ അത്ര തെറ്റ്? ഇത്രയും ഗ്ലാമറായ ഒരു മോഡേൺ പെൺകുട്ടി ഈ പാർക്കിൽ കളിക്കുമ്പോൾ അയാൾക്ക് വേറെ വഴിയില്ല. അയാൾ എന്നെ തന്നെ നോക്കിയെന്നിരിക്കും. അത് നീ അയാളോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. അത് ചീപ്പാ. ചീപ്പ് ഡയലോഗ് അടിക്കണത് ഞാനല്ല, അത് നീയാണ്. ഡയലോഗ് അടിച്ചെന്ന് പറയുന്നത് ശരിയാ, പക്ഷേ ചീപ്പിനോടൊന്ന് പറയരുത്. കാരണം നീ ചീപ്പല്ല, നീ എന്നെ പാറക്കുട്ടനല്ലേ. വേണ്ട, ഒന്നും പറയണ്ട. പാറക്കുട്ടൻ പെണങ്ങിയോടാ? ആ പടങ്ങി. എന്നാ ഞാനും പെണങ്ങി. എടി ഇവൻ ആള് കൊള്ളാലോ, നമ്മളെ ടോണി പോലെ തന്നെ അല്ലേ? എന്റെ ടോളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അവനിങ്ങനെ വെള്ളം ഇറക്കിയിരുന്ന് ടൈം കളയാറില്ല. അത് ശരിയാ, ഈ സമയം കൊണ്ട് ടോണി കയറി കൊത്തിയേനെ. ഷേ, അവനെ നോട്ടം കണ്ടില്ലേ? ഈശ്വരാ, എന്നെ സമ്മതിക്കണം. തീരെ വെറുപ്പിക്കണ നോട്ടല്ലേ? ആരാടാ നോക്കുന്ന? നിന്റെ അമ്മായിയമ്മയോ? അമ്മേ, പണിപാളി. അല്ല, അമ്മായിയമ്മയുടെ കുഞ്ഞമ്മയായിരിക്കും. ബ്ലേഡി ഫൂൾ. ചെന്നിട്ട് കരണക്കുറ്റിക്ക് ഒറ്റ അടി അടിച്ച് ചോദിക്കണം ആരെയാ നോക്കുന്നതെന്ന്. ഇനി ചോദിക്കാതിരുന്നാ ശരിയാവില്ല, ചോദിച്ചിട്ടേ ഉള്ളൂ. തനിക്ക് എന്താ വേണ്ടേ? താൻ കുറെ നേരം നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ തന്റെ പ്രശ്നം? അതിന് ഞാൻ തന്നെയല്ല, തൻ്റെ ഫ്രണ്ടിനെയാ നോക്കിയത്. ഡോ, താൻ എന്താണ് അവളോട് പറഞ്ഞേ? അവൾ എന്തിനാ വിഷമിച്ച് പോകുന്നേ? അല്ല, ഞാൻ ആ കുട്ടിയല്ല, ആ കുട്ടിയുടെ ഫ്രണ്ടിനെയാ നോക്കിയതെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ഒന്നും മിണ്ടാതെ പോയി. അയ്യോ, അവക്ക് അങ്ങനെ വേണം. വേണ്ടായിരുന്നു. പറു, അല്ല, പേര് സുന്ദരി പറഞ്ഞില്ല. പറു, പറു, ഈ സുന്ദരിയല്ലേ പറു? പോലെ പോലെ സുന്ദരി, പോട്ടെ പോട്ടെ. അവൻ പലതും പറയും, അവന് പ്രാന്താണ്. വെക്കടാ വെടി. നല്ലൊരു പടമായിരുന്നു. ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നുള്ളിപ്പറക്കി 70 രൂപയാ. ഇനിയിപ്പോ എന്തിനാ? സാർ ഐസ്ക്രീം ആ, എത്ര? 50. ആ, എന്താ? ചേട്ടാ, വെക്കട അവിടെ ഒരു ടിക്കറ്റ് ഉണ്ട്. ചേട്ടന് വേണോ? എൻ്റെ ഫ്രണ്ട് വന്നില്ല. ഐസ്ക്രീം തരട്ടെ? ക്യാഷ് ഇല്ലല്ലേ? പോലെ ചേട്ടാ, ഈ ഐസ്ക്രീം തിരിച്ചെടുക്കോ? ഇല്ല. ഒരു പ്രാവശ്യം നക്കിയിട്ടുള്ളൂ. ഓടാവിടെ. ഛേ, ഇവരിത് എവിടെ പോയി കിടക്ക? ഒന്ന് വിളിക്കാന്ന് വെച്ചാ ഫോണും സ്വിച്ച് ഓഫ് ആയി. എത്തിയോ? എത്ര നേരം നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്? നിന്റെ ഫോണിന് എന്താ പറ്റിയത്? രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ചാർജ് കുറവായിരുന്നു. ഇതാ കണ്ടോ, സ്വിച്ച് ഓഫ്. വെറുതെ മനസ്സിനെ ടെൻഷൻ എപ്പിക്കാൻ. പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പം മൊബൈലിൽ പോലും ചാർജ് ചെയ്യാൻ പറ്റാത്ത നിനക്ക് എന്ത് പണിയാവുള്ളത്? അവന്റെ മനസ്സ് മുഴുവനും സിനിമയായിരുന്നില്ലേ? അല്ല, നിങ്ങളിത് എവിടെ പോയതാ? ഹോ, ഉച്ച കഴിഞ്ഞ് ഷോപ്പിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നീ സിനിമയ്ക്ക് പോയിക്കാന്ന് പറഞ്ഞപ്പോ നമ്മുടെ പാറുവിനെയും സാറേനെയും കൂട്ടി ഞങ്ങളും പോയൊരു സിനിമയ്ക്ക്. വെക്കട വെടി. അപ്പൊ നിങ്ങൾ കണ്ടല്ലേ? ആ, എന്താ നീ കണ്ടില്ലേ? ഇല്ല, ടിക്കറ്റ് കിട്ടിയില്ല. ഏതായാലും നിങ്ങളൊക്കെ കണ്ടല്ലോ, അത് മതി. എന്തായാലും പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ടിക്കറ്റ് കിട്ടാതെ ചമ്മിപ്പോയെന്ന് കരുതി നീ വിഷമിക്കൊന്നും വേണ്ട. നീ നാളെ പോയി പടം കണ്ടോ? പൈസ ഞാൻ തരാം, പോരെ? നീ കരയലടാ, നീ കരഞ്ഞ സഹിക്കോടാ. ഓടി. ഏതായാലും ഇല്ലാതിരുന്ന നന്നായി. ഇല്ലെങ്കിൽ 5 പേരും കൂടി 2 വണ്ടിയിൽ എങ്ങനെ പോകാനാ? ദാ ടോണി, മതി. അവന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പാവം, അവൻ എത്ര ആഗ്രഹിച്ചെന്നറിയോ നമ്മുടെ പോയിരുന്ന സിനിമ കാണണമെന്ന്. എല്ലാം ഒതുക്കി ചങ്കുരുക്കി നിൽക്കുന്ന അവനെ പറഞ്ഞാലുണ്ടല്ലോ, നിന്നെ കർത്താവ് പൊറുക്കലടാ. എന്താ രാവിലെ ഞാൻ നിങ്ങളെ വിളിച്ചപ്പോ വരാതിരുന്നെ? എന്തിനാ എന്നെ വെറുതെ ഒറ്റപ്പെടുത്തിയത്? ടാ,
പോട്ടെടാ. നാളെ കാണാലോ പടം. സമാധാനിക്കടാ, വെറും വെടിപ്പടമായിരുന്നു. വെടി ആ, മാത്രം പടം ഉണ്ടായിരുന്നു. കൊള്ളൂലായിരുന്നല്ലേ? വെടി, 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 വെടി. ആനന്ദേ, ആനന്ദേ, എടാ പോട്ടേന്ന്, പോട്ടേന്ന്. പോട്ടടാ.